അങ്ങനെ വളരെ കാലത്തിന് ശേഷം വീണ്ടും ഒരു റിയാക്റ്റിംഗ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. കൊല്ലം സുധീയുടെ വൈഫിൻ്റെ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് റിയാക്ട് ചെയ്ത വീഡിയോ. അത് അവർ ചെയ്ത ഒരു കാര്യം അങ്ങനെ തുറന്നു പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു റിയാക്റ്റിംഗ് വീഡിയോ ഇനി ഞാൻ ചെയ്യണില്ല എന്ന് പറഞ്ഞു കണ്ടിരുന്നിരുന്നതാണ്. പക്ഷെങ്കിൽ നന്നാവാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞ കണക്ക് തന്നെ വീണ്ടും നമ്മൾ റിയാക്റ്റിംഗ് വീഡിയോ ചെയ്യേണ്ടി വന്നു. എന്താണ് കാര്യം എന്ന് പറയാം. ഒരുവിധം കാര്യങ്ങൾക്കൊന്നും നമ്മൾ റിയാക്ട് ചെയ്യാണ്ട് മിണ്ടാണ്ട് നമ്മുടെ ഭാഗം നോക്കി നടന്നിരുന്നതാണ്. പക്ഷെങ്കിൽ ഇപ്പോൾ 2 ദിവസം അങ്ങോട്ടായി ചൊവ്വാഴ്ച പത്തനംതിട്ടയിൽ നവജാത ശിശുവിനെ പെൺകുഞ്ഞിനെ കല്യാണം കഴിക്കാതെ അമ്മയായ ഒരു സ്ത്രീ 22 വയസ്സുള്ളൊരു സ്ത്രീ കൊന്നുകളഞ്ഞു. അതിനെ വീട്ടിൽ മുറിയിൽ പ്രസവിച്ച് അതിനെ ചേമ്പലയിൽ പൊതിഞ്ഞ് കാട്ടിലെറിഞ്ഞു, വീടിൻ്റെ പിറകിലുള്ള കാട്ടിലെറിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പത്തനംതിട്ടയിലാണ് ഈ സംഭവം നടന്നത് എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, ഞാനൊരു അമ്മയാണ്, അതുകൊണ്ട് തന്നെയാണ് പറയണത്. സ്നേഹിച്ചോ അല്ലാണ്ടോ 8ാം ക്ലാസ് തുടങ്ങി സ്നേഹിച്ച ചെറുക്കനാണ് കാരണത്താലാണ് ഗർഭം ധരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്ത് തേങ്ങയോ ആയിക്കോട്ടെ. എടി നിനക്കൊക്കെ ഇതിനെ വേണ്ട എന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ ഒരു ഉറ വാങ്ങിച്ചിടേണ്ട കാശേ ചിലവുണ്ടായിരുന്നുള്ളൂ. മനസ്സിലായോ? ഒരു ജീവൻ എന്ന് പറയണത് അത് എങ്ങനെ നീ ഉണ്ടാക്കിയതെന്നാലും അതൊരു ജീവനാണ്. നിനക്ക് ഉണ്ടാക്കാൻ ആ ഒരു 10 നിമിഷത്തെ അല്ലെങ്കിൽ ഒരു 2 നിമിഷത്തെ സുഖത്തിന് വേണ്ടി നീ അതിനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ നീ വളർത്തണമായിരുന്നു. അല്ലെ നീ അതിനെ പ്രസവിച്ചിട്ട് അതിനെ ജീവനോടെ വിടണമായിരുന്നു. ഇമാതിരി ക്രൂരത ചെയ്യരുതായിരുന്നു. പിന്നെ നിന്നോട് ഒരു കാര്യം കൂടെ പറയുന്നു. നിനക്ക് എന്ന് പറഞ്ഞിട്ട് ദൈവം എഴുതിയിരിക്കുന്ന വിധി എന്ത് എന്ന് എനിക്കറിയില്ല, അല്ലെ നീതിപീഠം അല്ലെ നിയമം എഴുതിയിരിക്കുന്ന വിധി എന്തെന്ന് എനിക്കറിയില്ല. പക്ഷേ നീ ഒരു കാര്യം ചിന്തിക്കണോടി, നീയും ഇതുപോലെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹത്തിൻ്റെ ഫലമായി മുട്ടിട്ട പൂവായിരുന്നു. മനസ്സിലായോ? ഒരച്ഛൻ്റെയും അല്ല ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും സ്നേഹത്തിൻ്റെ ബലമാണ് നീ എന്ന് പറഞ്ഞത്. അന്ന് അവർ ചെയ്യാത്ത കൊടും ക്രൂരതയാണെന്ന് നീ ചെയ്തിട്ടുള്ളത്. എത്ര മനുഷ്യന്മാർ സ്വന്തമായിട്ടൊരു കുഞ്ഞില്ല, ദത്തെടുക്കാനുള്ളൊരു വകയില്ല, സ്വന്തമായിട്ടൊരു കുഞ്ഞില്ല, ദത്തെടുക്കാനൊരു വകയില്ല. ഒരു കുഞ്ഞിനെ ആരെങ്കിലും തന്നിരുന്നെങ്കിൽ, ഒരാളുടെ നമ്മുടെ സഹോദരങ്ങളുടെ എങ്കിലും ഒരു കുഞ്ഞിനെ 1 മിനിറ്റ് എടുക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന എത്ര മനുഷ്യരുള്ള ഈ നാട്ടിൽ ഈ ചെയ്ത തന്തയ്ക്കുറ കഴിയിക്ക് നിന്നോട് ഞാൻ ഒന്നേ പറയുന്നുള്ളൂ. ദൈവം നിന്നെ ശിക്ഷിച്ചില്ലെങ്കിലും ഇനി ഈ പറഞ്ഞ പോലെ എന്താ പറയണേ, നീ ജയിലിൽ ചെന്ന് മട്ടൻ ബിരിയാണി തിന്നാലും കാലം കർമ്മ എന്നുണ്ട്. ഇനി സ്നേഹിച്ച് കറങ്ങി ചുറ്റി നടക്കുന്ന പൈങ്കിളി അടിച്ച് നടക്കുന്ന പൈങ്കിളി മച്ചാന്മാരെടുത്തും മച്ചിമാരെടുത്തും അതിനി എന്തൊരു തന്നെ ആയാലും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളെ നിനക്കൊക്കെ നിൻ്റെയൊക്കെ സോക്കേട് തീർക്കാൻ വേണ്ടി നിനക്കൊക്കെ എന്തും കാണിക്കാം. അത് നിൻ്റെയൊക്കെ സ്വാതന്ത്ര്യമാണ്. ഇന്ത്യയിലായതുകൊണ്ട് ഇതെന്തും നടക്കും. കാരണം ഇത് സ്വാതന്ത്ര്യമുള്ളൊരു, അതായത് സ്വാതന്ത്ര്യം ആവശ്യമുള്ള കാര്യത്തിനെന്നല്ല, ആവശ്യത്തിലധികം കൊടുക്കുന്ന ഒരു നാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയണത് നിൻ്റെയൊക്കെ ആവശ്യത്തിന് നീ ഇതൊക്കെ അങ്ങ് ചെയ്തു. ഇങ്ങനെ ഇനി ഒരുത്തരും ചെയ്യരുതേ എന്ന് പറയണം. കാരണം ഒരു ജീവനാണത്. ഇപ്പോൾ കുഞ്ഞുങ്ങളെ കൊന്നിട്ട് ഇറങ്ങി പോണു, ഭർത്താവിന് വിഷം കൊടുത്തിട്ട് ഇറങ്ങി പോണു, ഭർത്താവിനെ തലക്കടിച്ച് കൊന്നിട്ട് ഇറങ്ങി പോണു, ഭർത്താവിനെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ട് ഇറങ്ങി പോയിട്ടുള്ള അടക്കം ഭാര്യമാരുണ്ട്. അതുകൊണ്ട് പറയണാണ്, നിനക്കൊക്കെ നിൻ്റെയൊക്കെ സുഖം തേടി പോകണമെങ്കിൽ പോകാം. എല്ലാവരും ഓൾ പെർഫെക്റ്റ് എന്ന് ഞാൻ പറയില്ല, ഞാനും ഇൻക്ലൂഡഡ് ഞാനും. പക്ഷെങ്കിൽ ചെയ്യണതിന് ഒരു മര്യാദ വേണം, ഒരു മാന്യത വേണം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊളിഞ്ഞു കയറി വന്നതാണ്. കാരണം ഒരുപാട് ആൾക്കാർ നമ്മളൊരു എന്താ പറയുക, ഈ വന്ധ്യതയ്ക്ക് ചികിത്സ തേടി ചെല്ലുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. 10ഉം 12ഉം വർഷമായിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റാഞ്ഞിട്ടും വീണ്ടും പ്രതീക്ഷയോടെ അവരുടെ കിടപ്പാടവും അവരുടെ ഉള്ളതും സർവ്വതും കൊടുത്ത് വിറ്റ് മുടിച്ച് അവർ പോണത് ഒരു കുഞ്ഞിക്കാലിന് വേണ്ടിയിട്ടാണ്. പലരുടെയും മച്ചി എന്നുള്ള വിളി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പോണവരുണ്ട്. പലരുടെയും ജീവിതത്തിൽ സന്തോഷം വരാൻ വേണ്ടിയിട്ട്, ജീവിതത്തിന് അർത്ഥം വരാൻ വേണ്ടിയിട്ട്, ജീവിതം കുറച്ചും കൂടെ ദൃഢമാവാൻ വേണ്ടിയിട്ട്, കുടുംബ ബന്ധം ദൃഢമാവാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയും വഴിപാടും മരുന്നും മന്ത്രവും ആയിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇമാതിരി തൊട്ടിത്തരം ഇനി ഒരുത്തരും കാണിക്കരുതെന്ന് പച്ചയ്ക്ക് അങ്ങ് പറയുവാണേ. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. ഈ ഒരു കാര്യം എനിക്ക് പറയാഞ്ഞിട്ട് എന്തോ പറയണേ, ഇപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞപ്പം ഒരു തന്തയ്ക്ക് വിളിച്ച ആശ്വാസം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. ഇനി അവരുടെ വീട്ടുകാർ എത്ര രോക്ഷാകുലരായാലും അവരുടെ ഭാഗത്തെ തെറ്റും ഇതിനകത്തുണ്ട്, ഇല്ലെന്ന് പറയില്ല. കാരണം 10 മാസം ആ കുഞ്ഞിനെ വയറ്റി ചുമന്ന് നടന്നിട്ട് അറിഞ്ഞില്ല എന്ന് പറയുന്നത് അവളൊക്കെ ജനിപ്പിച്ചവളുമാരെ വേണം ആദ്യം പറയാൻ. അപ്പം ഒരുപാട് ദേഷ്യത്തോടെ ഇതിൽ കൂടുതൽ പറയണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ടും കടിച്ച് പിടിച്ച് അടിച്ചമർത്തി നിർത്തുന്നു. നന്ദി, നമസ്കാരം, ടാറ്റ, ബൈ ബൈ.